ഹലോ ഗൈസ്, മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാന്ദ്രദിന ക്വിസുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹമായ എക്സ്പ്ലോറർ. പ്രകാശ ദൂരദർശിനി കണ്ടുപിടിച്ചതെന്ന് ആര്? 1609 ഗലീലിയോ ഗലീലി. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതാര്? ഹാൻസ് ലിപ്പർഷെ 1608 ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു. ടെലിസ്കോപ്പിന് പൂർണ്ണരൂപം പിന്നീട് ഗലീലിയോ നൽകുകയാണുണ്ടായത്. ഏറ്റവും വലിയ റിഫ്ലക്ടർ ടെലിസ്കോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം റഷ്യയിലെ മൗണ്ട് കോക്കസിലെ മൗണ്ട് സെമിറോഡ്രിക്കായിൽ സ്ഥാപിച്ചിരിക്കുന്നു. 2080 മീറ്റർ ഉയരത്തിൽ. ഏറ്റവും വലിയ റിഫ്രാക്ടർ ടെലിസ്കോപ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ എർക്സ് ഒബ്സർവേറ്ററിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ റേഡിയോ ടെലിസ്കോപ്പ് ഏത്? ഉത്തരം അമേരിക്കയിലെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ വകയാണ്. ഇതിന് Y ആകൃതിയാണുള്ളത്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം യൂറി ഗഗാറിൻ. ഇന്റർനാഷണൽ ജിയോസഫിക്കൽ ഇയർ 1957 ജൂലൈ 1 മുതൽ 1958 ഡിസംബർ 31 വരെയുള്ള കാലഘട്ടം. ഇന്റർനാഷണൽ ജിയോഫിസിക്കൽ ഇയറിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം പ്രധാന ബഹിരാകാശ യാത്രകളും ഗവേഷണങ്ങളും ഈ വർഷം മുതലാണ് ആരംഭിച്ചത്. ബഹിരാകാശ പേടകത്തിലേറി ഭൂമിയെ ചുറ്റിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ആര്? ഉത്തരം ജോൺ എച്ച് ഗ്ലെൻ. ആദ്യമായി മനുഷ്യനെ സ്പേസിൽ എത്തിച്ച ബഹിരാകാശ പേടകം ഏത്? ഉത്തരം വോസ്റ്റോക്ക് 1. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം റൂദർഫോർഡ്. ബഹിരാകാശ ദമ്പതികൾ ആരെല്ലാം? ഉത്തരം ആൽഡ്രിൻ നിക്കോളായവ്, വാലന്റീന തെരഷ്കോവ. റഷ്യയും അമേരിക്കയും യോജിച്ച് നടത്തിയ മഹത്തായ ബഹിരാകാശ പരിപാടി ഏത്? ഉത്തരം അപ്പോളോ സോയൂസ്. ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം വാലന്റീന തെരഷ്കോവ. സഞ്ചരിച്ച പേടകം വോസ്റ്റോക്ക് 1963 ജൂൺ 16.
ആദ്യത്തെ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? കൽപ്പന ചൗള. ബഹിരാകാശത്തിലെത്തിയ ആദ്യത്തെ മൃഗം ഏത്? ലൈക്ക എന്ന നായ്. 1957 നവംബറിൽ സ്പുട്നിക് 2 എന്ന ബഹിരാകാശ വാഹനത്തിൽ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തു. ശൂന്യാകാശത്തേക്ക് അയച്ച ആദ്യത്തെ വാഹനം ഏത്? ഉത്തരം സ്പുട്നിക് 1. ശൂന്യാകാശത്തിൽ നടന്ന ആദ്യത്തെ മനുഷ്യൻ ആര്? ഉത്തരം അലക്സി ലിയോനോവ്. 1965 മാർച്ച് 18. ആദ്യമായി ചൊവ്വയിലിറങ്ങിയ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം മാർസ് 3. ഇന്നത്തെ വീഡിയോ ഇത്രയേയുള്ളൂ. ഇനി കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.